സോപ്പ് കണ്ട നല്ല അടിപൊളി ഷേപ്പിൽ കണ്ട. അടുത്ത പപ്പങ്ങ ഈ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാലിട്ടിട്ട് പൾപ്പ് രൂപത്തിൽ അരച്ചെടുക്കാൻ പോയുള്ളൂ. സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പിയേഴ്സ് സോപ്പാണ് ഒരെണ്ണം വാങ്ങിയേക്കണത്. അത് ഗ്ലിസറിനുള്ള സോപ്പ് തന്നെ നോക്കി നമ്മൾ വാങ്ങിയിരിക്കണം. കണ്ടില്ലേ, പിയേഴ്സ് സോപ്പാണ് ഞാൻ വാങ്ങിയേക്കണത്. ഇത് ഞാനിത് പുതിയത് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കാൻ പോയുള്ളൂ. ഇത് കഷ്ണങ്ങളാക്കാൻ പോവേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ. ഇതിലേക്ക് എസൻസ് നമ്മൾ ഇതിൻ്റെ പിയേഴ്സിൻ്റെ ഇതൊന്നും ചേർക്കൊന്നും വേണ്ട കേട്ടോ, നല്ല സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് മെൽട്ടായി കിട്ടും, അതുകൊണ്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. ഞാനിത് മെൽട്ട് ചെയ്യാൻ പോവേണ്ട. പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ കഷ്ണങ്ങളാക്കിയ സോപ്പ് നമ്മൾ ഈ ചൂടായ വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം അത് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും ഈ സോപ്പ് ഈ മെൽറ്റായി വരും കേട്ടോ. ഇതിലിപ്പോൾ തന്നെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇതിലേക്ക് യാതൊരു എസൻസ് ഒന്നും ഇട്ടായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഡയറക്റ്റ് ഈ അടുപ്പത്ത് വെച്ച് ചെയ്യരുത് കേട്ടോ. ഇതേപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ടിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. നല്ലോണം ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ഷേപ്പിന് വേണ്ടി ഈ 2 പാത്രം കൊണ്ട് എടുത്തേക്കണം. അതിന് നന്നായിട്ട് എണ്ണ പറ്റി കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ പറ്റി കൊടുക്കുക. അപ്പം വിട്ട് പോരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എണ്ണ പറ്റി കൊടുക്കണം നന്നായിട്ട്. നല്ലോണം എണ്ണ പറ്റി ഇങ്ങനെ. ഞാനിത് ഒരു ചെറു ചൂടോടുകൂടെ ഞാനത് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഷേപ്പിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാൻ പോവേണ്ട. ഇങ്ങനെയുള്ള പാത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടുള്ളൂ. നല്ല 8 മണിക്കൂർ നമ്മളിങ്ങനെ അത് കട്ടയാവാൻ വേണ്ടി വെക്കണം. ഇവിടെ എൻ്റെ സോപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാ, ഞാൻ ഷേപ്പിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ 2 പാത്രം എടുത്തത്. കണ്ട, അടിപൊളി സോപ്പാണ്. നമുക്ക് എത്ര സോപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഒരുപാട് നാൾ യൂസ് ചെയ്യാനുള്ള സോപ്പുകൾ ഉണ്ടാക്കാം. നമുക്ക് ഏത് ഷേപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.